നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാനിന്ന് സദ്യ സ്പെഷ്യൽ ഇഞ്ചി കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എരിവും പുളിയുള്ള ഈ ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 100 ഗ്രാം ഇഞ്ചി തൊലിയൊക്കെ ചെത്തി വട്ടത്തിൽ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്തെടുക്കണം. സവാളയും ചെറിയ ഉള്ളിയും ഏകദേശം ഒരു 15 ചെറിയ ഉള്ളിയും 2 സവാളയും വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളിയുടെ കൂടെ വഴറ്റാൻ വേണ്ടിയിട്ട് 3 ചെറിയ പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എണ്ണ വേണം. എണ്ണ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സ്പൂണിന് 2.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തിൽ തന്നെയാണ് ഈ ഇഞ്ചി വറുത്തെടുക്കുന്നതും അതേപോലെ തന്നെ ബാക്കിയുള്ള ചേരുവകൾ വഴറ്റിയെടുക്കുന്നതും. താളിക്കാൻ ആവശ്യമായ കടുക്, ഒരു പിഞ്ച് ഉലുവ, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇഞ്ചിക്കറിക്ക് നല്ല പുളിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ വലിപ്പത്തിന് പുളി വേണം. ആ പുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കണം. രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ശകലം ശർക്കര, അതായത് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ശർക്കരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി വറുത്തെടുക്കാൻ പോവുകയാണ്. ഇഞ്ചി നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, അതായത് പൊടിയുന്ന പാകം വേണം. നമ്മളിത് മിക്സിയിലെടുത്ത് പൊടിച്ചെടുക്കും അല്ലെങ്കിൽ ഇടിച്ചെടുക്കണം. അതിനുള്ള പാകത്തിന് നമ്മളിത് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് ഈ ഇഞ്ചി കോരിയെടുക്കാം. ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചു വയ്ക്കാം. ഇഞ്ചി വറുത്ത അതേ എണ്ണയിൽ തന്നെ താളിക്കാനുള്ള കടുക്, 2 മുളക്, അതേപോലെ തന്നെ വഴറ്റാൻ ആവശ്യത്തിനുള്ള സവാളയും കൊച്ചുള്ളിയും ചേർന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, കറിവേപ്പില, ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും ഉപ്പും ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരുന്ന ഇഞ്ചി ആറിയതിനു ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. വഴറ്റാനിട്ടിരുന്ന ഉള്ളി നല്ല ചുമക്ക വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് വളരെ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാ പൊടികളും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇഞ്ചിക്കറി നന്നായിട്ടൊന്ന് തിളച്ചു വരാൻ പാകത്തിനുള്ള പുളിവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിക്കറി ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോഴത്തേക്കും കുറച്ച് കട്ടിയാകും. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ആദ്യം കടുക് വറുക്കുമ്പോൾ ഒരു 4 ഉലുവയും അതേപോലെ ഇഞ്ചിക്കറി റെഡിയായി വരുമ്പോൾ ഒരു പിഞ്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.